ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത് പേനത്തോക്കാണ്. നമ്മൾക്കപ്പോൾ അതിന് വേണ്ടി ആവശ്യമുള്ളത് ഒരു റബ്ബർ ബാൻഡും ഒരു പിന്ന് സൂചിയും വേണം, പിന്നെ ഒരു പേന, സെലോ ടേപ്പും കത്രികയുമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമുക്ക് ഇതിൽ ഇങ്കില്ലാത്ത പേന തന്നെ വേണം. അപ്പോൾ ഇതാ ഞാൻ ഇങ്കില്ലാത്തൊരു പേനയാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഇത്ര വരെയൊക്കെ ഇങ്ക് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ ഇത്ര ഇങ്ക് ഉണ്ടെങ്കിൽ പിന്നെ സൂചി വയ്ക്കരുത്, പേന ഫുള്ള് ലീക്ക് അടിക്കും. അപ്പോൾ നമുക്കിതിൽ ഇതിൻ്റെ പിന്നത്തെ ഭാഗം വേണ്ട. നമ്മളപ്പോൾ ഇതേപോലത്തെ റോഡലാണ് വേണ്ടത്. ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്നതാണ് മാസ്കിൻ്റെ. ഇപ്പോൾ ബസ്സൊക്കെ ഞാൻ ഉണ്ടാക്കുന്നത് ഈ ടേപ്പാണ് ഉപയോഗിക്കൽ. ഇത് കണ്ട് ഇത് ഇത്ര വലുപ്പമാണ്. നമുക്ക് ഇത്ര ആവശ്യമല്ല, നമ്മൾ ആവശ്യം ഉണ്ടെങ്കിലും എടുക്കണുള്ളൂ. നമ്മളിതാ അപ്പം നമ്മളിതിനെ ഒപ്പം അടിപൊളിയായി സൂപ്പറായി നമ്മളിതപ്പോൾ ഇതേപോലെ ഒന്ന് നല്ലപോലെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മളിതിനെ അത്യാവശ്യം ഒട്ടുള്ള ഒരു ടേപ്പ് തന്നെയാണിത്. നമുക്ക് ഇനി പോകുന്നതിന് സംശയമുണ്ട്. നമ്മൾ വീണ്ടും ഇതെടുത്തിട്ട് ഇതാ നമ്മളിതാ അപ്പോൾ ഇത് ഈ രീതിയിലല്ല നമ്മളപ്പോൾ നമ്മൾ ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ റബ്ബർ ബാൻഡും പിന്നെ സൂചിയും എടുക്കാം. നമ്മളിനി പിന്നെ സൂചി എടുത്തിട്ട് ഇതുപോലെ നമ്മുടെ ഈ അറ്റം കണ്ടോ ഇവിടെ വെച്ച് നമ്മൾ നല്ലപോലെ ആക്കുക. അതിനുശേഷം നമ്മളിവിടെ കുറച്ചൊരു സംശയം തോന്നി വരുന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ഇതൊന്നുകൂടി ഒട്ടിച്ചു കൊടുക്കണം. ഞാൻ പറയുന്നത് ഇതന്നെ വേണമെന്നില്ല, നമുക്ക് ഏത് ടേപ്പും കൊണ്ട് വേണമെങ്കിലും ഉണ്ടാക്കാം. പേന ഇതായിരുന്നെ കുറച്ചുകൂടി നന്നായിരുന്നു എന്നാണ് ഞാൻ പറയുന്നത്. നമ്മൾ അപ്പോൾ അതാ ഇത് ഇങ്ങനെ ആയിട്ടുണ്ട്. നമുക്ക് ഈ റബ്ബർ ബാൻഡ് ഇതാ നമ്മൾക്ക് ഇതാ ഇവിടെ എന്ത് ഇത് കണ്ടു നമ്മൾ ഇതിനെ ഇങ്ങനെ വലിച്ചെടുത്ത് ഇതാ ഇത് നമ്മൾ ഈ ഇങ്ങനെ ആവുന്ന രീതിയിൽ കിട്ടണം. അപ്പോൾ നമ്മൾ ഇനി ഇതിനെ ഇതിലേക്ക് വെച്ചെടുത്തതിന് ശേഷം ഇതിൻ്റെ ഈ പിന്ന് ഭാഗത്തിലേക്ക് ഇതിങ്ങനെ വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പേനത്തോക്ക് അടിപൊളിയായി കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇനി നിങ്ങൾക്കിത് ഒരു ഭാഗത്തേക്ക് ഞാൻ നിങ്ങൾക്ക് ഇനി വിട്ട് കാണിച്ചു തരാം. പേന നല്ല പോലെ അടിപൊളി സാധനമാണ്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കണം. അടുത്തൊരു വീഡിയോ വരുന്നതിന് വരെ ബൈ ബൈ.